വെനിസ്വേലയിലെ പ്രസിഡന്റ് നിക്കോളസ് മഡൂറോയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും പിടികൂടുന്നതിലേക്ക് നയിച്ച യുഎസ് ഓപ്പറേഷനെ തുടർന്ന് വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസിനെ ആക്ടിംഗ് പ്രസിഡന്റായി നിയമിക്കാൻ വെനിസ്വേലയുടെ സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ചേംബർ ജനുവരി 3 ഉത്തരവിട്ടു. രാഷ്ട്രീയത്തിന്റെ സമഗ്രമായ പ്രതിരോധവും ഭരണപരമായ തുടർച്ചയും ഉറപ്പാക്കുന്നതിനായി ബൊളിവേറിയൻ റിപ്പബ്ലിക് ഓഫ് വെനിസ്വേലയുടെ പ്രസിഡന്റ് സ്ഥാനം വൈസ് പ്രസിഡന്റ് ഏറ്റെടുക്കുമെന്ന് വെനിസ്വേലൻ സുപ്രീം കോടതിയാണ് വിധിച്ചത്. റിപ്പബ്ലിക് പ്രസിഡന്റിന്റെ നിർബന്ധിത അഭാവത്തിൽ ഭരണകൂടത്തിന്റെ തുടർച്ച, സർക്കാർ ഭരണം, പരമാധികാരം സംരക്ഷിക്കൽ എന്നിവ ഉറപ്പാക്കുന്നതിന് ബാധകമായ നിയമചട്ടക്കൂട് നിർണ്ണയിക്കാൻ പ്രവർത്തിക്കുമെന്ന് സുപ്രീം കോടതി ഇതിനെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. റോഡ്രിഗസ് നമ്മൾ ആഗ്രഹിക്കുന്നത് ചെയ്യുന്നിടത്തോളം യുഎസ് വെനിസ്വേല പിടിച്ചെടുക്കുന്നില്ല എന്നായിരുന്നു ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നത്. വെനിസ്വേലയിലെ ഞെട്ടിക്കുന്ന യുഎസ് ഓപ്പറേഷനു ശേഷം രാജ്യത്തിന്റെ പിടികൂടപ്പെട്ട പ്രസിഡന്റ് നിക്കോളസ് മഡൂറോയും ഭാര്യ സിലിയ ഫ്ലോറസും വഹിച്ചുകൊണ്ടുള്ള ഒരു വിമാനം ന്യൂയോർക്കിലെത്തി. ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് രാത്രിയിൽ നടന്ന യുഎസ് സൈനിക ആക്രമണത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് വിമാനം ലാൻഡ് ചെയ്തത്. ഇതിനെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രശംസിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് ട്രംപ് ആക്രമണങ്ങളെയും മഡൂറോയെ പിടികൂടുന്നതിനെയും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആളുകൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ആക്രമണം എന്ന് പ്രശംസിച്ചു. നേതാവില്ലാത്ത രാജ്യത്തെ യുഎസ് നയിക്കുമെന്നും പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. ജനുവരി 3 മാറലാഗോയിൽ നടന്ന പത്രസമ്മേളനത്തിൽ സംസാരിക്കവെയാണ് ട്രംപ് ഇത്തരം വിശദാംശങ്ങൾ നൽകിയത്. ഒരു ക്രമീകൃതമായ അധികാര കൈമാറ്റം ഉണ്ടാകുന്നതുവരെ വെനിസ്വേലയുടെ നിയന്ത്രണം അമേരിക്കയ്ക്കായിരിക്കുമെന്നായിരുന്നു അദ്ദേഹം വാദിച്ചത്. യുഎസ് റെയ്ഡിൽ കാരക്കാസിൽ അദ്ദേഹത്തിന്റെ കോമ്പൗണ്ടിൽ നിന്ന് പിടികൂടുകയും പ്രാദേശിക സമയം വൈകുന്നേരം 4:30 ഒരു വെളുത്ത ബോയിംഗ് 757 വിമാനത്തിൽ സ്റ്റുവർട്ട് എയർ നാഷണൽ ഗാർഡ് ബേസിൽ ഇറക്കിയതിനു ശേഷം മണിക്കൂറുകൾ കഴിഞ്ഞും മഡൂറോ യുഎസ് കസ്റ്റഡിയിലായിരുന്നു എന്നതും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. തുടർന്ന് അദ്ദേഹത്തെയും ഭാര്യയെയും ബ്രൂക്ലിനിലെ മെട്രോപൊളിറ്റൻ ഡിറ്റൻഷൻ സെന്ററിലേക്ക് ഒരു ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയി. അവിടെ അദ്ദേഹത്തെ പ്രോസസ് ചെയ്ത മെട്രോപൊളിറ്റൻ ഡിറ്റൻഷൻ സെന്റർ ജയിലിലേക്ക് കൊണ്ടുപോകുമെന്ന് ഉദ്യോഗസ്ഥർ NBC ന്യൂസിനോട് പറഞ്ഞതും ശ്രദ്ധേയമാണ്. വർഷങ്ങളായി മഡൂറോ ചെയ്തതായി ആരോപിക്കപ്പെടുന്ന എല്ലാ കുറ്റകൃത്യങ്ങൾക്കും ഇതാ അയാൾക്കെതിരെ കുറ്റം ചുമത്തുന്നു എന്നായിരുന്നു പറഞ്ഞത്. വെനിസ്വേലയിൽ നിക്കോളസ് മഡൂറോയ്ക്ക് വലിയ ജനപ്രീതിയൊന്നുമില്ല. പക്ഷേ അതൊന്നും അദ്ദേഹത്തിന്റെ അധികാരത്തിന് ഒരിക്കലും ഒരു തുരങ്കവും വഹിച്ചിട്ടില്ല. 2013 മുതൽ അദ്ദേഹം തെക്കേ അമേരിക്കൻ രാജ്യത്തിന്റെ അധിപനാണ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭരണത്തിന് നാടകീയമായ അന്ത്യമാണ് സംഭവിച്ചിരിക്കുന്നത്. മയക്കുമരുന്ന് കടത്ത് തടയുന്നതിനും വെനിസ്വേലയുടെ എണ്ണ മേഖലയിലേക്ക് അമേരിക്കൻ കമ്പനികൾക്ക് അനിയന്ത്രിതമായ പ്രവേശനം നൽകുന്നതിനും അർത്ഥവത്തമായ സംഭാഷണത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് തന്നെ വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മഡൂറോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ ഒരു അനുരഞ്ജന കുറിപ്പ് നൽകിയിരുന്നു. വെനിസ്വേലയെ അമേരിക്കയുടെ സഹോദര രാഷ്ട്രമെന്നാണ് മഡൂറോ വിശേഷിപ്പിച്ചത്. തന്റെ സർക്കാരിനെ വാഷിംഗ്ടനോട് സൗഹൃദപരമായി ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു. നവംബറിൽ ട്രംപുമായി നടത്തിയ ഒരു ഫോൺ സംഭാഷണത്തിൽ മിസ്റ്റർ പ്രസിഡന്റ് എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് യുഎസ് നേതാവ് തന്റെ അധികാരം അംഗീകരിച്ചതെന്ന് അദ്ദേഹം ഓർമ്മിച്ചെടുത്തതായും പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.